ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഒരു ട്രാവൽ വ്ളോഗാണ് ഗൈസ്. ഞങ്ങൾ ഒരു അമ്പലത്തിൽ പോവുകയാണ് ഗൈസ്. ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ അനിയനും അച്ഛമ്മയും കൂടെ. ഞങ്ങൾ പോകുന്ന അമ്പലത്തിൻ്റെ പേര് ഊരാളി അപ്പൂപ്പൻ കാവ് എന്നാണ് ഗൈസ്. ആ അമ്പലം എന്ന് പറയുന്നത് കോന്നിയിലാണ് ഗൈസ്. ഞങ്ങൾ ഇന്ന് അവിടെ പോവുകയാണ് ഗൈസ്. നല്ല രസമാണ്. പോകുന്ന വഴിയൊക്കെ കാണാനായിട്ട്. അവിടെ മുഴുവൻ കാടാണ് ഗൈസ്. ഇതും ഒരു അമ്പലമാണ്, പക്ഷെ ഞങ്ങൾ ഈ അമ്പലത്തിലല്ല കയറിയത്. ഞങ്ങൾ ഊരാളി അപ്പൂപ്പൻ കാവിലാണ് കയറിയത്. ഇതാ ഗൈസ്, ഇത് കാടിനകത്താണ് ഗൈസ് ഈ ഒരു അമ്പലം എന്ന് പറയുന്നത്. അവിടെ കുറേ ആറൊക്കെ ഉണ്ട്. കുറേ അറിയില്ല, ഒരെണ്ണേ ഉള്ളൂ. ഞാൻ ചുമ്മാ പറഞ്ഞാണ് ഗൈസ്. അപ്പോൾ ഈ കാടിനകത്താണ് ഗൈസ് ഈ ഒരു അമ്പലം. നല്ല രസമുണ്ട് ഗൈസ്. ഇതാണ് അമ്പലത്തിൻ്റെ ആർച്ച്. ഞങ്ങൾ ഇതാ ഗൈസ് അകത്തോട്ട് പോവുകയാണ് ഗൈസ്. ആരേലും ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഇതാ ഗൈസ്, ഞാൻ ആ ശംഖുകളാൽ അലങ്കരിച്ചിരിക്കുന്ന ആ കൽപ്പടവുകളുടെ ഇടയ്ക്കൂടെ പോവുകയാണ് ഗൈസ്. നടന്ന് ആ അമ്പലത്തിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നല്ല രസമാണ് ഗൈസ്. ഇവിടെ ആചാരങ്ങളും അതുപോലെ തന്നെ പ്രതിഷ്ഠകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടുത്തെ ആ പ്രതിഷ്ഠകളും അതുപോലെ തന്നെ ആ പ്രകൃതി ഭംഗിയൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇവിടുത്തെ ഓരോ വഴിപാടുകൾക്കും അതിൻ്റെ പുറകിലത്തെ ഐതിഹ്യമുണ്ട് ഗൈസ്. അതെല്ലാം നമുക്ക് ഇവിടുത്തെ തിരുമേനിമാർ പറഞ്ഞു തരും. അവിടുത്തെ ഓരോ കൊത്തുപണികളും ഒക്കെ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ തീർത്ഥമായിട്ട് കിട്ടുന്നത് കരിക്കാണ് ഗൈസ്. ഇവിടുത്തെ മതിലെ കൊത്തി വെച്ചിരിക്കുന്ന ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. അവിടുത്തെ ആ ആറാണ് ഗൈസ് ഇത്. ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ കഞ്ഞിയും കുടിച്ചു ഗൈസ്. ഇവിടുന്ന് അന്നദാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ആറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. അപ്പൂപ്പനോടും അമ്മൂമ്മയോടും ഒക്കെ പ്രാർത്ഥിച്ചു ഗൈസ്. പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് ആനക്കൂടിന് അവിടോട്ട് പോയി ഗൈസ്. ഇവിടെ കുറേ ആനകളുണ്ട് എന്നാണ് അച്ഛൻ പറഞ്ഞത്. എന്തായാലും ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. ആന ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിഞ്ഞൂടാ. പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു ഗൈസ്. അവിടെ കുറേ സ്ട്രക്ചറൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇതാണോ അച്ഛൻ പറഞ്ഞ ആനകളെന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഇവിടുത്തെ പണിഞ്ഞു വെച്ചിരിക്കുന്ന ആനകളെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. ഇവിടെ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ് ഗൈസ്. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കൊണ്ടുണ്ടാക്കി, ഓല കൊണ്ടും അതുപോലെ തന്നെ തടി കൊണ്ടും ഒക്കെ ആനയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട് ഗൈസ്. പിന്നെ ഇതെന്തുവാ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ആന തല ഇറങ്ങി വീണിട്ട് എൻ്റെ വയറ്റിൽ നിന്ന് ഗോപുരം കിളുത്ത് വന്നാണെന്ന് തോന്നുന്നു. ഓക്കെ, വാട്ടർ ഇറ്റ് ഈസ്. അത് നമുക്ക് വിട്ടേക്കാം. ആ ചാപ്റ്ററെ ക്ലോസ് ചെയ്തേക്കാം. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒറിജിനൽ ആനയെ കാണാനായിട്ട് പോയി ഗൈസ്. യെസ് ഗൈസ്, അവിടെ ആന ഉണ്ടായിരുന്നു. കുറേ ആനക്കുട്ടന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഒന്നിൻ്റെ പേര് ഈവ എന്നാണ് ഗൈസ്. ഇതാണ് ആ ഈവ എന്ന് പറഞ്ഞ ആന. അതിന് 34 വയസ്സുണ്ടായിരുന്നു. മറ്റേതിൻ്റെ പേരങ്ങോട്ട് ക്ലിയർ ആയില്ല. അതിന് 42 വയസ്സുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഇതാണ് ഗൈസ് കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആന. ഇതിൻ്റെ പേര് കൃഷ്ണ എന്നാണ്. അതിന് 12 വയസ്സുണ്ടായിരുന്നു ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ് അതിനെ കാണാനായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് അവിടുത്തെ മ്യൂസിയമാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇത് ആനകളുടെ, ഓരോ നാട്ടിലെ ആനകളാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇത് ആനയുടെ സ്കെലിട്ടൺ ആണ് ഗൈസ്. ഇത് അവിടുത്തെ മ്യൂസിയത്തിനകത്തുണ്ടായിരുന്നതാണ് ആനയുടെ സ്കെലിട്ടൺ. നല്ല രസമുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ കാണാനായിട്ടും ആനയുടെ സ്കെലിറ്റൺ കാണാനായിട്ടും ഒക്കെ. പിന്നെ അവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കിനും അതെന്തോ സംഭവം എന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ അവിടെ എഴുതി വെച്ചേക്കുന്നെല്ലാം വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ടും എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായില്ല. അതുകൊണ്ട് ഇതൊക്കെ എന്തുവാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഇരിക്കുന്ന 3 കാര്യങ്ങൾ എന്തുവാണെന്ന് എനിക്കറിയത്തുള്ളൂ. അതുകൊണ്ട് ഇത് ആനയുടെ പല്ലാണ് ഗൈസ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആനയുടെ പല്ല്. പിന്നെ മണ്ടക്കിരിക്കുന്ന കുന്തമല്ല ഗൈസ്, തെറ്റിപ്പോയി, അത് തോട്ടിയാണ്. പിന്നെ ഇത് ആനയുടെ മുട്ടിൻ്റെ ചിരട്ടയാണ് ഗൈസ്. 2 കാലിലെ ആനയുടെ മുട്ടിൻ്റെ ചിരട്ട.
പിന്നെ ഇത് എന്തുവാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആ അടി എഴുതിയേക്കുന്നൊന്ന് വായിച്ച് നോക്കിയാൽ മതി ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതുകൊണ്ട് ഇതും കൂടെ വായിച്ച് നോക്കിയാൽ രണ്ടാണ് ഗൈസ്. ആദ്യം നോക്കിയപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല, പിന്നാണ് മനസ്സിലായത്. അപ്പോൾ നിങ്ങളിതൊന്ന് വായിച്ച് നോക്കുക. പിന്നെ ഞങ്ങൾ കിളിയുടെ സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് പോയി ഗൈസ്. ഇവിടെ ഒരു പ്രൊജക്ടറയിൽ കിളിയുടെ സൗണ്ടൊക്കെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കേൾക്കണോ ഗൈസ് ആ കിളിയുടെ സൗണ്ട്? പിന്നെ ദാ ഗൈസ്, ഞാൻ ഇത്ര ധൈര്യത്തോടെ ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നു ഗൈസ്. ഹി. പിന്നെ ഇതെന്തുവാ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവിടെ ആനക്കൂട്ടം എഴുതി വെച്ചിരിക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഇവിടെ ഒരു ആന നിൽപ്പുണ്ടായിരുന്നു. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. പിന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ ഊഞ്ഞാലാടി ഗൈസ്. എനിക്ക് പേടിയുണ്ടായിരുന്നു ഗൈസ് ആ ഊഞ്ഞാലാടുമ്പോൾ. ഞാൻ ഇരുന്ന് കാറുവാണ്. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോ എൻ്റെ സൗണ്ട് കുറച്ച് വെച്ചേക്കുവാണ് ഗൈസ്, അതുകൊണ്ടാണ് കേൾക്കാത്തത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലോട്ട് പോയി.